ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് വഴുതനങ്ങ തൈര് കറി വെക്കാം കേട്ടോ. തൈര് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല, എനിക്ക് അതിനൊരു പ്രത്യേക പേരുണ്ട്. അപ്പോൾ നമുക്ക് ആ തൈര് ഒഴിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. അതിന് കുറച്ച് വഴുതനങ്ങയും വേണം, 2 സവാളയും പച്ചമുളകും ഒരു ചെറിയ വെളുത്തുള്ളിയൊക്കെ കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം അതിന് ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കത്തിച്ചോട്ടെ. ചെറു ചൂടോടുകൂടി ചട്ടി ചൂടായി കിടക്കട്ടെ. സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ചൂടായിക്കോട്ടെ. അപ്പോഴേക്കും നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ. വലുതാക്കി വേണമെങ്കിലും അരിയാം, ചെറുതാക്കി വേണമെങ്കിലും അരിയാം. വേഗം വേകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതാക്കിയാണ് ഇപ്പം അരിയണത് കേട്ടോ. എല്ലാം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് എണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കണത്. തേങ്ങ ഒന്നും വേണ്ട, ഈ തൈര് മാത്രം മതി നമുക്ക്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത്. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പേര് മറന്നുപോയി. നല്ലൊരു പേരാണ്, ചൈനീസ് ഭാഷയിലുള്ളൊരു പേരാണെന്ന് തോന്നണം. ആർക്കെങ്കിലും ഇത് കറി ഉണ്ടാക്കി കഴിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ പേരറിയാമെങ്കിൽ കമൻറ്റ് വിടണേ. ഇപ്പം ഇപ്പോഴത്തെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള വഴറ്റാനിടാം. രണ്ട് സവാള വഴറ്റാനിടുന്നുണ്ട്. ഇതൊന്ന് ചെറുതീരിക്കിടന്ന് വെന്തോട്ടെ. നമുക്കിപ്പോൾ വഴുതനങ്ങ അരിഞ്ഞെടുക്കാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്താ. ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ കഷ്ണമാണ് ആക്കിയേക്കണത്, പക്ഷെ ഇത് ഇത്തിരിയും കൂടി വലിയ കഷ്ണമാക്കാം നമുക്ക്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അളവ്. ഒരു വഴുതനങ്ങയുടെ കഷ്ണത്തിൻ്റെ വലിപ്പം ഈ സൈസാണ് കേട്ടോ. ഞാൻ ചെറുതാക്കിയാണ്, ഇതിൻ്റെ 2 ആക്കിയാണ് എടുത്തേക്കണത് ഞാൻ. അപ്പം അത് നമ്മൾ ഇത്തിരി വലുതാക്കാം നമുക്ക്. കഷ്ണം കടിക്കാനൊക്കെ ആയിട്ട് വലുതാക്കി എടുക്കാം കേട്ടോ. ഓരോരുത്തരെ ഇഷ്ടം പോലെ എടുക്കാതെ. അരിയണതും സവാളയും വഴുതനങ്ങയൊക്കെ എത്രയോ ക്വാണ്ടിറ്റി വേണം അത്രയും എടുക്കാം കേട്ടോ. തൈരും അതിനെടുത്തത് വേണം. രണ്ട് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിടണം ചെറുതായിട്ട്, പൊടിയായിട്ട്. ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം. ഇതും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇപ്പൊ പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം.
ഒരു വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. തൈര് ഒഴിക്കുമ്പോഴേക്കും ഉപ്പ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യമായ തൈരെടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. നല്ല കട്ട തൈരും പുളി കുറവുമായ തൈര് വേണം കേട്ടോ ഇതിന്, അല്ലെങ്കിൽ കറി കൊള്ളൂല. ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യമായ തൈര് അടിച്ച് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അത്രയും മതി ഇതിന് വേണ്ടി. ഇളക്കി കൊടുക്കാം. നല്ലോണം വഴന്നിട്ടേ തൈര് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. തീ ഒന്ന് കൂട്ടി വെക്കുവാണ് ഞാൻ. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും, ചോറിന് നല്ലോണം കഴിക്കാം ഈ കറി. ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ്. ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ ഒരു തൈര് കറി. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മറന്നുപോയി. പേരറിയാവുന്നവരെ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇളക്കി കൊടുക്കാം. ശകല എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വേകാനുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നോക്കാം കേട്ടോ. ഇപ്പോഴേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് വഴുതനങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാം.
2 മിനിറ്റും കൂടി കഴിയട്ടെ. ഇളക്കി കൊടുക്കാം. നല്ലോണം വഴന്നിട്ട് വേണം തൈര് ഒഴിക്കാൻ, അല്ലെങ്കിൽ വഴുതനങ്ങ വേകില്ലല്ലോ, വെന്ത് കല്ല് പോലെ ആയി പോകാൻ വെന്തില്ലെങ്കിൽ. നല്ലപോലെ വഴന്ന് വേണം തൈര് ഒഴിക്കാൻ. അപ്പോൾ വഴന്നോട്ടെ. രണ്ട് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം വഴന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി തൈര് ഒഴിച്ചു കൊടുക്കാവേ. എല്ലാം വഴന്നിട്ടുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കിയാൽ തിളയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. ചെറിയ ചൂട് മാത്രം മതി, അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോവും. ഇപ്പം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ വഴുതനങ്ങ തൈരൊഴിച്ച കറി. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണിത്. ചപ്പാത്തിക്കൊക്കെ കൂട്ടാവുന്ന കറിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് പകർത്താം. സ്റ്റൗ ഓഫാക്കുവാണ്. ഇപ്പം എൻ്റെ തൈരൊഴിച്ച വഴുതനങ്ങ കറിയാണ്. ഇതിന് നല്ലൊരു പേരുണ്ട്. ആ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്. അടുത്ത വീഡിയോ വരേക്കും ബൈ.